പകർച്ചപ്പനിയിൽ വിറങ്ങലിച്ചു കേരളം. സംസ്ഥാനത്ത് ഇന്നത്തെ പനി ബാധിതരുടെ എണ്ണം 12,204 11 പേർ പനി ബാധിച്ച് മരിച്ചിരിക്കുന്നു. ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത് 438 പേരാണ്. 4 പേർക്ക് കോളറയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗോകുൽനാഥ് പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകും. ഗോകുൽ, പ്രതിദിന പനി ബാധിതരുടെ എണ്ണം അത് 12,204 എന്നുള്ള സംഖ്യ നമ്മളെ ഞെട്ടിക്കുന്നില്ല. പക്ഷേ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 11 എന്നുള്ളതും ഒപ്പം തന്നെ 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു എന്നുള്ളതും തീർത്തും ഗൗരവതരമായിട്ടുള്ള വിവരങ്ങളാണ്. ആകെ വിശദാംശങ്ങൾ. അക്ഷയ പറയുന്നത് പോലെ തന്നെ 12,000-ലേക്കൊക്കെ കണക്ക് പോവുകയാണ്. അസാധാരണമായ വിധം തന്നെ സംസ്ഥാനത്തെ പനിക്കണക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള കണക്ക് DHSന്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം വാർത്തയായതിനു ശേഷം പിന്നീട് വരുന്ന കണക്കുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഓരോ കണക്കിലേക്കും വരുമ്പോൾ അത് 10,000-ന്റെ വർധനകളൊക്കെ പലപ്പോഴായി വരുന്നു. ഇപ്പോൾ 12,400-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇന്ന് നിലവിൽ 11 മരണം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഒപ്പം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 4ഓളം കോളർ കേസാണ്. അപ്പം അത്തരത്തിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ആരോഗ്യ രംഗത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ കണക്കുകളിൽ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്നിപ്പോൾ തന്നെ 4 കോളറ കേസുകൾ കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മൊത്തത്തിൽ 11 കേസുകളായി സംസ്ഥാനത്ത് കോളറ ബാധിതരുടെ എണ്ണം മാറുകയാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്ന ആ യോഗത്തിൽ നിലവിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുള്ളതായിട്ടൊക്കെ തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ കമ്മിറ്റിയിൽ സംസാരത്തിലുണ്ടായിരുന്നു. എന്തായാലും നിലവിലുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ കണക്കുകൾ മാറാനാണ് സാധ്യത. എന്തായാലും കൂടുതൽ കരുതലിൽ തന്നെ ആവണം ആളുകൾ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം H1N1 കേസുകൾ കൂടെ കൂടുന്നുണ്ട്. 44 എന്നുള്ള കണക്കിലേക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ എലിപ്പനിയുടെ കാര്യത്തിലും ഒക്കെ വലിയ വർധനവാണ് ഈ അടുത്ത ദിവസങ്ങളായി വരുന്ന കണക്കുകളുള്ളത്. എന്തായാലും കഴിഞ്ഞ 5-ാം തീയതി വരെയുള്ള കണക്കുകളിലുള്ള ഒരു ഒളിച്ചുകളി പലപ്പോഴും ഉണ്ടായിരുന്നു. അത് ഈ പനിക്കണക്ക് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും 12,000 എന്നുള്ള കണക്ക് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടാനുള്ള ഒരു സാധ്യത കൂടെ നിലവിൽ കാണുന്നുണ്ട്. അക്ഷയ. ശരി, ഗോകുലാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.